4-5 കുട്ടികളെ വെച്ചിട്ടാണ് ഈ ജനസേവ എന്ന് പറയുന്ന സ്ഥാപനം ശ്രീ ജോസ് തുടങ്ങിയത്. അന്നും കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, സന്മനസ്സുള്ള കുറേ നല്ല മനുഷ്യർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്ഥാപനം വളർന്ന് അങ്ങനെ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ കണക്ക് പറയാനും കണക്ക് ചോദിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ, എനിക്കറിയില്ല എന്താണെന്ന്. ഈ പരാതി പറയുന്നവരൊക്കെ ജനസേവയിൽ വരണം, ജനസേവയിൽ വന്ന് ആ കുഞ്ഞുങ്ങളെയൊക്കെ കാണണം. കുറച്ച് നേരമെങ്കിലും അവിടെ ചെലവഴിക്കുമ്പം മനസ്സിലാകും അവിടെ എന്താണ്, അവിടെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അച്ഛൻ വെട്ടി പരിക്കേൽപ്പിച്ച 9കാരനെ ജനസേവാ ശിശുഭവൻ ഏറ്റെടുത്തു. തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശി ഡാനിയലിനെയും സഹോദരിയും വനിതാ കമ്മീഷൻ ഓഫീസിൽ എത്തിച്ച ശേഷം ശിശുഭവൻ അധികൃതർ ആലുവയിലേക്ക് കൊണ്ടുപോയി. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ 9 വയസ്സുകാരൻ ഡാനിയേലിൻ്റെ മുഖത്ത് ഇപ്പോഴും ഭീതി നിഴലിക്കും. മദ്യപിച്ചെത്തുമ്പോൾ അച്ഛൻ്റെ സ്നേഹം മായും. സ്നേഹലാളനങ്ങൾക്ക് പകരം മർദ്ദനവും ബഹളവും മാത്രം. മദ്യം പകരാൻ ഗ്ലാസും വെള്ളവും എത്തിച്ചില്ലെങ്കിൽ പിന്നെ കയ്യിൽ കിട്ടുന്ന ഉപയോഗിച്ചാവും മർദ്ദനം. ജീവിതമാർഗം തേടി അമ്മ ബിന്ദു ജോലി തേടി പോയതോടെയാണ് ഇവരുടെ സ്ഥിതി പരിതാപകരമായത്. ബീഡി കാണാതായതിനെ തുടർന്നാണ് അച്ഛൻ മൈക്കിൾ കഴിഞ്ഞ ദിവസം ഡാനിയേലിനെ തെങ്ങിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചത്. സ്വന്തം അച്ഛൻ തന്നെ കുട്ടികളെ കണ്ടമാനം അടിക്കുന്നു മാത്രമല്ല കെട്ടിയിട്ട് അടിക്കുന്ന ഒരു സംഭവം ആദ്യമായിട്ട് കാണുന്നതാണ്. കത്തിക്ക് വടി കിട്ടാനുള്ള പ്രയാസത്തിൽ കയ്യിലിരുന്ന കത്തി വെച്ച് വരഞ്ഞിരിക്കുകയാണ്. ഇത്രയ്ക്കും സങ്കടകരമായ, ഇത്രയ്ക്കും ക്രൂരത കാണിക്കുന്ന അച്ഛന്മാർ നമ്മുടെ നാട്ടിലുണ്ടോയെന്നാണ് ഇപ്പോൾ സംശയം. ഇങ്ങനെയുള്ള അച്ഛന്മാരെ മക്കളെ രക്ഷിക്കാനായിട്ട് ഇന്നിപ്പോൾ നിയമത്തിൻ്റെ വശം നോക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നു. നിയമം പറയുന്നത് പിതാവിനാണ് അവകാശം എന്ന പേരിൽ കുട്ടികളെ വീണ്ടും പിതാവിന് തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ ഈ കുട്ടികളുടെ അവരുടെ ആ ഭാവി കണക്കാക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, അവരുടെ വെൽഫെയർ, ബെസ്റ്റ് ഇൻട്രസ്റ്റ് കുട്ടികൾ വ്യക്തമായിട്ട് പറയുന്നതാണ്. എനിക്ക് അച്ഛനോട് ജീവിക്കേണ്ട, അച്ഛനെ എന്നെ അടിച്ചു കൊല്ലും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിയമം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നും കുട്ടികളെ മോചിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ജീവിതം കൊടുക്കുന്ന നിയമം നമുക്ക് നടപ്പിലാക്കണം. കൊച്ചുങ്ങൾക്ക് ഒരു നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് അമ്മ എൻ്റെ അടുത്ത് അപേക്ഷിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ജനസേവാ ശിശുഭവൻ ഈ കുട്ടികളെ രണ്ടുപേരെയും നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്, അതിനുള്ള നിയമങ്ങൾ സ്വീകരിക്കുന്നു. ഒപ്പം ഇവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി ജനസേവയെ കൊണ്ട് ചെയ്യാവുന്നത് മാക്സിമം